മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ PR ഏജൻസി ഇടപെടലിൽ വിവാദം കനക്കുന്നു. വിവാദ ഭാഗം എഴുതി നൽകിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് VD സതീശൻ. PR ഏജൻസിയുടെ രാഷ്ട്രീയ ബന്ധം അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയുടെ സഹായം ആവശ്യമില്ല എന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. സ്വർണ്ണക്കടത്ത് പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചുവെന്ന പരാമർശത്തിൽ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് തേടുമെന്ന് ഗവർണർ. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ PV അൻവർ. ഞായറാഴ്ച മഞ്ചേരിയിൽ 1,00,000 പേരെ പങ്കെടുപ്പിച്ച് യോഗം സംഘടിപ്പിക്കും. പുതിയ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കും. മുഖ്യമന്ത്രിയെ മാറ്റാൻ CPIM തയ്യാറാവണമെന്നും PV അൻവർ. ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ഉടൻ തിരിച്ചടിയെന്ന് ഇസ്രായേൽ. വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും പ്രസിഡന്റ് നെതന്യാഹു. ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തത് 100-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ. ടെല്ലവീവിലെ വെടിവെപ്പിൽ 8 പേർ കൊല്ലപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ ഇസ്രായേൽ ഫലപ്രദമായി ചെറുത്തുവെന്ന് അമേരിക്ക. സഹായ വാഗ്ദാനവുമായി പ്രസിഡന്റ് ജോ ബൈഡൻ. സ്ഥിതി വിലയിരുത്താൻ UN രക്ഷാസമിതി ഇന്ന് ചേരും. മധ്യസ്ഥതയ്ക്ക് തയ്യാറെന്ന് ഇന്ത്യ. മഹാത്മാഗാന്ധി സ്മരണയിൽ രാജ്യം. ഗാന്ധിജിയുടെ 155-ാം ജന്മദിനത്തിൽ രാജ്യമെങ്ങും വിപുലമായ ആഘോഷം. രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും. അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരണം. പുനെയിൽ ഹെലികോപ്റ്റർ തകർന്ന് മലയാളി അടക്കം 3 പേർ മരിച്ചു. മരിച്ചത് ഹെലികോപ്റ്റർ പൈലറ്റ് കൊല്ലം കുണ്ടറ സ്വദേശി ഗിരീഷ്. അപകടം ടേക്ക് ഓഫിനിടെ.